അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് നമ്മളെല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുന്ന 18-ാം അധ്യായം അതിൻ്റെ 46-ാമത്തെ വചനം അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറും ഇൻദ റബ്ബിക സവാബൻ വഗൈറു അമല. സ്വത്തും സന്താനങ്ങളും ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരമാകുന്നു. നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് അള്ളാഹുവിൽ ഉത്തമമായിട്ടുള്ളത്. സ്വത്തും സന്താനങ്ങളെയും ചേർത്ത് പറയുന്ന ഒരു പാറ്റേൺ നമുക്കറിയാം. ഈ അധ്യായത്തിൽ ഒരു പ്രധാനമായും 4 പരീക്ഷണങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. ഒന്നാമത് വിശ്വാസം കൊണ്ടുള്ള പരീക്ഷണം, അസ്ഹാബുൽ കഹ്ഫിൻ്റെ സംഭവം, ഗുഹാവാസികളുടെ സംഭവം. രണ്ടാമത് സമ്പത്തുമായിട്ടുള്ള സംഭവം, അതായത് ഒരു അഹങ്കാരിയായ മനുഷ്യൻ, ഒരുപാട് തോട്ടങ്ങളുണ്ട്, ഒരുപാട് സമ്പത്തുണ്ട്, മക്കളുണ്ട്, ഒരുപാട് അവന് സമ്പത്തുണ്ട്, പക്ഷേ ആ സമ്പത്ത് അവന് ഉപകാരം ചെയ്തില്ല, അവൻ അഹങ്കരിക്കുകയാണ് ചെയ്തതിൽ. ആ ഒരു ഭാഗത്താണ് ഈ ഒരു വചനം വരുന്നത്. അതുപോലെ മൂന്നാമത് അറിവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം മൂസാ നബി അലൈഹി സ്വലാമിൻ്റെയും ഖിളിർ അലൈഹി സ്വലാമിൻ്റെയും സംഭവം. അതേപോലെ നാലാമത് ലോകം ചുറ്റി നടക്കുന്ന രാജാവായിരുന്ന ദുൽഖർനൈനുമായി ബന്ധപ്പെട്ട സംഭവം. ഇവിടെ ഈ 46-ാമത്തെ വചനം സ്വത്തും സന്താനങ്ങളെ ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതൊരു വലിയ ഫിത്നയാണ്. നമുക്കറിയാം, ഓരോ ആഴ്ചയും ഒരു വെള്ളിയാഴ്ച വരുന്നതിന് മുമ്പ് ഓരോ ബാക്കി 6 ദിവസങ്ങളിൽ നമ്മൾ കൂട്ടുകുടുംബവും മക്കളും ഭാര്യയുമായൊക്കെ സമയം ചെലവഴിച്ചും അവരുടെ കൂടെ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ഒരു കൺകുളിർമയാണെന്നും അതുപോലെ സീനത്താണെന്നുള്ള പദപ്രയോഗങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ഒരു അലങ്കാരമാണ്, ഒരു ഫിത്നയാണ്, ഒരു പരീക്ഷണമാണ് എന്നിങ്ങനെ എല്ലാം രീതിയിൽ സ്വത്തും സന്താനങ്ങളും എന്ന് ചേർത്ത് പറഞ്ഞതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ ഈ 6 ദിവസം ഇവരുടെ കുടുംബത്തിൻ്റെയും മക്കളുടെയൊക്കെ കൂടെ ജീവിച്ച് ഈ ദീനിനോട് ഒരു അടുപ്പമില്ലാതെ ഒരു അകൽച്ച വരുമ്പോഴേക്കും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, അങ്ങനെയല്ല, ഈ സ്വത്തുക്കളും സന്താനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും, ഇതൊരു അലങ്കാരമാണ്, ഇതൊരു സീനത്താണ്, ഒരു പരീക്ഷണമാണ്, ഇതൊക്കെ ഓർമ്മിപ്പിച്ച് വീണ്ടും പറയുക അള്ളാഹുവിലേക്ക് അടുക്കാൻ. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഭാഗം അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനെക്കുറിച്ചാണ് മറ്റൊരു രണ്ടാമത്തെ ഭാഗത്ത് വരുന്നത്. ഇവിടെ പണ്ഡിതന്മാരെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പോലുള്ള ആളുകൾ പറഞ്ഞു, അത് അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിർബന്ധമായ കാര്യങ്ങളെല്ലാം കൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ, നോമ്പും സക്കാത്തും ഹജ്ജും അങ്ങനെ നിർബന്ധമായ കാര്യങ്ങൾ. അതുപോലെ പിന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് ഉദ്ദേശിക്കുന്നത് ദിക്റുകളാണ്, തസ്ബീഹുകളാണ്, തഹ്ലീമുകളാണ്, അതായത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു എല്ലാ നല്ല കാര്യങ്ങളും ഇതിൽപ്പെടും, എല്ലാ നല്ല കാര്യങ്ങൾ, ദീനിന് വേണ്ടി ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഉശോട് കൂടി നിയത്തോടു കൂടി നല്ല രീതിയിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ വരും. അതേപോലെ ചില ആളുകൾ തൻ്റെ ഭാര്യയും തൻ്റെ മക്കളെയും ഉപദ്രവിക്കാറുണ്ട്, മർദ്ദിക്കാറുണ്ട്. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു അമാനത്തായിട്ട് നൽകപ്പെട്ടതാണ് ഇതൊക്കെ. സ്വത്തും സന്താനം, എത്രയോ ആളുകൾക്ക് ഭാര്യയില്ല, എത്രയോ ആളുകൾക്ക് മക്കളില്ല. എന്തുകൊണ്ടങ്ങനെ? അപ്പോൾ നമുക്ക് നൽകിയത് ഒരു വലിയ പരീക്ഷണമായിട്ടാകാം, അല്ലെങ്കിൽ ഒരു ഫിത്നയായിട്ട് ഒരു പരീക്ഷണമാണ്. എപ്പോഴും ആ ഒരു പരീക്ഷണമാണ്. ചില പദപ്രയോഗങ്ങൾ അവർ നടത്തുമ്പോൾ, നമ്മുടെ ഭാര്യമാരും മക്കളും ചില പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ നമ്മളെപ്പോഴും ഓർത്തിരിക്കുക, ഈ വചനങ്ങൾ ഓർക്കുന്നത് വലിയൊരു ആശ്വാസം നൽകും, ആ കുടുംബത്തിലൊരു സമാധാന അന്തരീക്ഷം നൽകും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മൾ വിചാരിക്കണം അങ്ങനെ പറയുമ്പോൾ ഇത് ഫിത്നയാണ്. അതുപോലെ ചില നിഷിദ്ധങ്ങളിലേക്ക് അവർ പ്രേരിപ്പിക്കും, നമ്മളെ ഭാര്യമാരോ മക്കളോ നിഷിദ്ധങ്ങളിലേക്ക്, തിന്മയായ കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കും. അപ്പോൾ നമ്മൾ ഓർമ്മിക്കുക ഇതൊരു ഫിത്നയാണ്, അപ്പോൾ ആ തിന്മയിലേക്ക് പോകാൻ പാടില്ല. അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയും, അവന് അനുവദിക്കപ്പെടാത്ത ഒരു പ്രവൃത്തിയിലും ഈ കുടുംബം പറഞ്ഞു, മക്കൾ പറഞ്ഞു എന്നതിൻ്റെ പേര് ചെയ്യാൻ പാടില്ല. കാരണം നാളെ അവരുണ്ടാവില്ല. നാളെ നമുക്കറിയാം വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹബസയിലെ ഒരു വചനമുണ്ട്, ഹബസയിലെ ഒരു ഭാഗമുണ്ട്. അവിടെ ഫൈദാ ജാഅത്തി സാഖ, മനുഷ്യൻ ഓടിപ്പോകുന്ന ദിവസം, യൗമ യഫിറുൽ മർഉ മിൻ അഖീ, തൻ്റെ സഹോദരനെ വിട്ട് ഓടിപ്പോകുന്ന ദിവസം, വ ഉമ്മിഹി വ അബി, തൻ്റെ മാതാവിനെയും പിതാവിനെയും, വ സാഹിബത്തി വ ബനി, തൻ്റെ സന്താനങ്ങൾ ഭാര്യയും മക്കളെയൊക്കെ വിട്ട് ഓടിപ്പോകുന്ന ദിവസം. പരലോകത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇവരാരും നാളെ പ്രയോജനം ചെയ്യും. നാളെ പരലോകത്തെ അവസ്ഥ എന്താ? മക്കളെ പകരം നൽകിയിട്ട്, അല്ലെങ്കിൽ ഭാര്യ പകരം നൽകിയിട്ട്, ആരെ പകരം നൽകിയിട്ടാലും ഞാൻ രക്ഷപ്പെട്ടാൽ മതി എന്ന ചിന്തയിലേക്ക് മനുഷ്യനുണ്ടാകും. തൻ്റെ സൽക്കർമ്മങ്ങളില്ലാതെ ഒന്നും അവിടെ കാണുകയില്ല. ഈ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഈ 18-ാം അധ്യായത്തിൽ നമുക്ക് മറ്റൊരു വചനം കാണാൻ വേണ്ടി സാധിക്കും. ഗ്രന്ഥങ്ങൾ നൽകപ്പെടും. മലിഹാദൽ കിതാബ് ലാ യുഅദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ഇതെന്തൊരു ഗ്രന്ഥമാണ് റബ്ബേ എന്ന് മനുഷ്യൻ വിലപിക്കും, അത്ഭുതപ്പെട്ടു പോകും. നന്മ ചെയ്തവന് വലത് കയ്യിലും തിന്മ മോശപ്പെട്ട് ജീവിച്ചവന് ഇടത് കയ്യിൽ നൽകപ്പെടും. അപ്പോൾ ഓൻ അത്ഭുതപ്പെട്ടു, എന്തൊരു ഗ്രന്ഥമാണ് റബ്ബേ, ചെറുതോ വലുതോ ആയ യാതൊരു കാര്യം ഇതിൽ വിട്ടുപോയിട്ടില്ലല്ലോ എന്ന്. അതുകൊണ്ട് ഇതൊക്കെ ഓർത്തുകൊണ്ട് ഓരോ ആഴ്ചയും ഓരോ വെള്ളിയാഴ്ച നമുക്ക് പാരായണം ചെയ്യും. ഇതൊക്കെ അർത്ഥമൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യുക. എൻ്റെ ഇത് നമ്മുടെ കുടുംബത്തിലും ഭാര്യമാരും മക്കളും ഇതൊക്കെ ഫിത്നയാണെന്നും ഒരു പരീക്ഷണമാണെന്നും, ഇത് നാളെ നമുക്കൊരു അദാബായി വരരുതെന്ന് നമ്മൾ പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കുക. നമുക്കറിയാം സുഹൃത്ത് മസദ്, തബ്ബത് യദാ അബി ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ്, തുടങ്ങുന്ന വചനം. അവൻ്റെ സ്വത്തോ അവൻ്റെ സന്താനങ്ങളോ അവന് ഉപകാരപ്പെട്ടില്ല, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇതിനെക്കുറിച്ച് ഇവിടെ പറയുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ അബീ ലഹബ്, നമുക്കറിയാം പ്രവാചകൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു.
പ്രവാചകൻ്റെ അടുത്ത ആൾ എന്നിട്ട് പോലും അത് ഒരു കുടുംബത്തിൽ പെട്ടത് കൊണ്ടോ ഇന്ന ആൾ അടുത്ത ആളായത് കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പിതാവ് ആസർ എന്താണ് അവസ്ഥ, അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ.